ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും കുക്കീസ് ചാനലിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മൾ ചാനൽ തുടങ്ങിയിട്ട് ആദ്യത്തെ വീഡിയോ ആണ് ഇത്. ഫസ്റ്റ് തന്നെ നമ്മളൊരു മലബാർ ചിക്കൻ കറി വെക്കുന്നത് എങ്ങനെയാണെന്നാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെടുത്തുന്നത്. ഇത് എല്ലാവർക്കും അറിയാവുന്നൊരു റെസിപ്പി തന്നെയാണ്. എന്നിരുന്നാലും എൻ്റെ ഒരു സ്റ്റൈലിൽ ഞാൻ വെക്കുന്നത് ഞാൻ ഈ വീഡിയോയിലൂടെ കാണിക്കണം. ഫസ്റ്റ് തന്നെ നമ്മൾ തേങ്ങ ഒരു ഫ്രൈ പാൻ വെച്ചിട്ട് അത് ഫ്രൈ ചെയ്തെടുക്കുക. നമുക്ക് കറിക്ക് അരയ്ക്കാനുള്ള തേങ്ങയാണ് ഇത്. ഇപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഫസ്റ്റ് തന്നെ ഗ്രേറ്റഡ് കോക്കനട്ട് ഫ്രൈ ചെയ്യാൻ വേണ്ടി വെച്ചു. അതിനകത്തോട്ട് നമ്മൾ കുറച്ച് ചെറിയ ഉള്ളിയും വലിയ ജീരകം, പെരുംജീരകം എന്നും പറയും, അത് രണ്ടും കൂടെ ചേർത്ത് കൊടുത്തു. എന്നിട്ട് ഒരു ബ്രൗൺ കളറാവുന്നത് വരെ നമ്മളിതിനെ ഇളക്കിക്കൊണ്ടിരിക്കണം. ചെറുതായിട്ട് കളറ് ചേഞ്ചായി വരുന്നുണ്ട്. അതിനകത്തോട്ട് നമ്മൾ കുറച്ച് കറിവേപ്പിലയും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു, ഒരു സ്മെല്ലിന് വേണ്ടിയിട്ട്. നമ്മൾ അരയ്ക്കുമ്പം കറിവേപ്പിലയും കൂടെ ചേർത്ത് അരച്ച് കഴിയുമ്പോൾ നമുക്ക് നല്ലൊരു സ്മെല്ലാണ് കറിയിലേക്ക് ചേർക്കുമ്പോൾ കിട്ടുന്നത്. തീ കരിയാതെ പാകത്തിന് നമ്മൾ കുറച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാൻ. ഫസ്റ്റ് നമുക്ക് ഹൈ ഫ്ലെയിമിലിട്ട് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ കരിയാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം നമ്മൾ തേങ്ങ ഇത് റോസ്റ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഏകദേശം നമുക്ക് ആവശ്യമായിട്ടുള്ളൊരു പരുവത്തിലെത്തിയിട്ടുണ്ട്. ഇനി നമ്മൾ ഫ്ലെയിം ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയതിന് ശേഷം നമ്മൾ വറുത്തെടുത്ത തേങ്ങ ഒരു ജാറിലോട്ട് മാറ്റുന്നു. മാറ്റിയതിന് ശേഷം ഈ സെയിം ചട്ടിയിലേക്ക് തന്നെ നമ്മൾ എണ്ണയൊഴിച്ച് ബാക്കി കാര്യങ്ങൾ ചെയ്യാൻ പോകുന്നത്. നമ്മൾ വറുത്തെടുത്ത തേങ്ങയിലോട്ട് കുറച്ച് വറുക്കാത്ത തേങ്ങയും കൂടെ ആഡ് ചെയ്തിട്ടാണ് നമ്മൾ അരയ്ക്കുന്നത്. അപ്പോൾ കുറച്ചും കൂടെ കറിക്ക് ഒരു തിക്നെസ്സും ടേസ്റ്റും കൂടെ കൂടും. കംപ്ലീറ്റ് വറക്കുന്നതിനേക്കാളും കുറച്ച് ബെറ്റർ ഹാഫ് പോർഷൻ വറുത്ത തേങ്ങയും ഹാഫ് പോർഷൻ അല്ലാതെ നോർമൽ തേങ്ങയും ചേർത്തിട്ട് അരച്ചെടുക്കുന്നതാണ്. ഇനി എണ്ണയൊഴിച്ച് അതിലോട്ട് ഫസ്റ്റ് ഇഞ്ചി ചതച്ചത്, വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുത്തു. അടുത്തതായി അതിലോട്ട് പച്ചമുളക് ചേർത്ത് കൊടുത്തു. ഇഞ്ചി പച്ചമുളക് ഏകദേശം ചെറുതായിട്ടൊന്ന് വഴന്ന് വരുമ്പോഴത്തേക്ക് ചെറിയതായിട്ട് ബ്രൗൺ കളറായിട്ടുണ്ട്. അതിനകത്തോട്ട് നമ്മൾ സവാള ചേർത്ത് കൊടുത്തു, കറിവേപ്പില ചേർത്ത് കൊടുത്തു. ഈ കറിവേപ്പിലയും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ മൂത്ത് വരുമ്പോൾ നല്ലൊരു സ്മെല്ലാണ് വരുന്നത്. എന്നിട്ട് നമ്മളതിന് പെട്ടെന്ന് സവാള മൂത്ത് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ദെൻ നന്നായി വഴറ്റി കൊടുക്കാം. നന്നായി വഴറ്റിയതിന് ശേഷം നമ്മൾ ഇതിലോട്ട് തക്കാളി 2 മീഡിയം സൈസ് തക്കാളി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്നൊരു കറിയാണിത്. വളരെ കുറച്ച് അളവിൽ മാത്രമേ ഇൻഗ്രീഡിയൻസ് എല്ലാം ചേർത്തിട്ടുള്ളൂ. നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്കൊരു മോർണിംഗ് നമുക്ക് ലേറ്റായി, ഇപ്പോൾ സൺഡേ ഒക്കെ ആണെങ്കിൽ നമ്മൾ ലേറ്റായി എഴുന്നേറ്റാൽ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും.
ഞാൻ കുറച്ച് മല്ലിയില ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അത് ഓപ്ഷണലാണ്, നമുക്ക് കയ്യിലുണ്ടെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം, ഇല്ലെങ്കിലും കുഴപ്പമില്ല. അതിനുശേഷം ഒന്നുകൂടെ നമ്മൾ ഇളക്കി കൊടുത്തു. ഇപ്പം പച്ചമുളകും തക്കാളിയും ഉള്ളിയും എല്ലാം കൂടെ, വലിയ ഉള്ളി എല്ലാം കൂടെ ചെറുതായിട്ട് ഒന്ന് വഴന്ന് വരാൻ തുടങ്ങിയിട്ടുണ്ട്. നമ്മളിതിലോട്ട് ചേർക്കാനുള്ള ചിക്കൻ നേരത്തെ കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി, അല്പം ഉപ്പ്, കുറച്ച് സവാള പച്ചയ്ക്ക് അരിഞ്ഞിട്ടത് എല്ലാം കൂടെ ചേർത്ത് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ മസാലയിലോട്ട് നമ്മൾ വളരെ കുറച്ച് മസാലപ്പൊടികളെ ചേർക്കുന്നുള്ളൂ. കുറച്ച് 1 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി, 2 അല്ലെങ്കിൽ 3 ടീസ്പൂണോളം മല്ലിപ്പൊടി, 1 ടീസ്പൂണോളം മുളക് പൊടി. നമുക്ക് എത്രയാണോ ചിക്കൻ എടുക്കുന്നത് അതിലോട്ട് ആവശ്യമായിട്ടുള്ള മസാലപ്പൊടികൾ ചേർത്ത് കൊടുത്തു. ഓൾറെഡി ചിക്കൻ മസാലയും കൂടെ ചേർക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ട്, അപ്പോൾ അതിനകത്ത് കുറച്ചും കൂടെ സ്പൈസ് ആഡ് ആവും. അതുകൊണ്ട് തന്നെ മുളക് പൊടി നമ്മൾ വളരെ കുറച്ച് അളവിലേ ആദ്യം ചേർത്തിട്ടുള്ളൂ. നമുക്ക് ഇഷ്ടാനുസരണം എരിവ്, മുളക് പൊടിയുടെ അളവ് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. നമ്മൾ ഓയിൽ ഒരുപാട് ഒഴിച്ചിട്ടുള്ള കറിയല്ല നമ്മൾ ചെയ്യുന്നത്. കുറച്ച് മീഡിയം ലെവലിൽ മാത്രമാണ്, നമുക്ക് കുറച്ചും കൂടെ ഹെൽത്തി ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് എണ്ണയൊന്നും യൂസ് ചെയ്യാതെ മീഡിയം അളവിൽ, എന്നാൽ തീരെ ഒഴിക്കാതെയും അല്ല, കുറച്ച് നമുക്ക് വളരെ കുറച്ച് ആവശ്യത്തിന് മാത്രം എണ്ണ ഒഴിച്ചിട്ടാണ് നമ്മളിത് പ്രിപ്പയർ ചെയ്യുന്നത്. തക്കാളിയൊക്കെ ഒന്ന് വാടി കഴിയുമ്പോഴത്തേക്ക് അതിലിച്ചിരി വെള്ളവും എണ്ണയും കൂടെ തെളിഞ്ഞു വരും. ഈ ഒരു സമയമാകുമ്പോഴത്തേക്ക് നമ്മുടെ ചിക്കൻ നമ്മൾ ഉപ്പ്, മഞ്ഞൾ, മുളക്, സവാള ഉള്ളി, വെളിച്ചെണ്ണ എല്ലാം കൂടെ ചേർത്ത് മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു ചിക്കൻ നമ്മളിതിലോട്ട് ചേർത്ത് കൊടുക്കണം. ചിക്കൻ എല്ലാം ചേർത്തതിന് ശേഷം നന്നായി ഇളക്കി കൊടുക്കാം. നന്നായി ഇളക്കി വഴന്നിട്ടുള്ള സവോള, തക്കാളി എല്ലാം ഇതിനകത്തോട്ട് കറക്റ്റായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനുശേഷം ഒരു ലിഡ് വെച്ച് കവർ ചെയ്ത് ഒരു 10 to 15 മിനിറ്റ്സ് ഒന്ന് വേവിക്കാം. വെള്ളം ഒന്നും തന്നെ നമ്മൾ ഒഴിച്ചു കൊടുക്കേണ്ടതില്ല. ഓട്ടോമാറ്റിക് ചിക്കനകത്ത് വെള്ളം വേവുന്നതിനനുസരിച്ച് ഇറങ്ങി വരും. ഒരു മീഡിയം ഫ്ലെയിമിൽ നമുക്ക് തീ വെച്ചാൽ മതിയാവും. ഇളക്കിയതിന് ശേഷം ഒരു കവറ് വെച്ച് മൂടിയിട്ടുണ്ട്. അതിന് 10-15 മിനിറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ അത്യാവശ്യം വെള്ളം ചിക്കനകത്ത് വന്നിട്ടുണ്ട്. ഒന്നുകൂടെ ഇളക്കിയിട്ടതിന് ശേഷം വീണ്ടും അടച്ചു വെച്ച് വേവിക്കുക. കറി ഇപ്പോൾ ഇങ്ങനൊരു പരുവത്തിലേക്ക് എത്തിയിട്ടുണ്ട്. നല്ല സ്മെല്ല് വരുന്നുണ്ട്. ഇതിലോട്ട് വേണമെങ്കിൽ നമുക്ക് കുറച്ച് ഏലക്ക, ഗ്രാമ്പൂ, കറുവാപ്പട്ട കൂടെ മിക്സ് ചെയ്ത് പൊടിച്ചത് വേണമെങ്കിൽ അല്പം ചേർത്ത് കൊടുക്കാൻ. ഇവിടെ ഞാൻ ചിക്കൻ മസാല ചേർത്തത് കൊണ്ട് ഞാൻ വേറൊരു മസാലകളും തന്നെ ഒന്നും ചേർക്കുന്നില്ല. ഇനി ഗരം മസാല ഞാൻ ചേർക്കുന്നില്ല. കറി നന്നായി തിളച്ചിട്ടുണ്ട്. നല്ല തിളച്ച് ഒരു തിക്ക് ഗ്രേവി പരുവത്തിലോട്ട് ആവുന്ന സമയത്ത് നമ്മൾ
വറുത്തരച്ച തേങ്ങ, അതിൻ്റെ കൂടെ കുറച്ച് പച്ചത്തേങ്ങ കൂടെ ചേർത്ത് അരയ്ക്കുന്നതിനകത്ത് നമ്മൾ ഓൾറെഡി ചെറിയ ഉള്ളി, കറിവേപ്പില, വലിയ ജീരകം ചേർത്തിട്ടുണ്ടായിരുന്നു. ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് നമ്മളിതിലോട്ട് ആഡ് ചെയ്ത് കൊടുത്തു. തേങ്ങ ചേർത്തതിന് ശേഷം കറി ഒന്നും കൂടെ തിളക്കട്ടെ. കറി നല്ലതുപോലെ തിളച്ച് വരുന്നുണ്ട്. ഈ സമയത്ത് നമുക്ക് ഉപ്പ് നോക്കാം. ഉപ്പ് കുറവെങ്കിൽ നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഈ കറി നമുക്ക് ചപ്പാത്തിക്കും പൊറോട്ടയ്ക്കും അരിപ്പത്തിരിക്കും അതുപോലെ ചോറിൻ്റെ കൂടെയും എല്ലാത്തിനും നമുക്ക് കോമ്പിനേഷനായി യൂസ് ചെയ്യാം. വളരെ നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ് ഈ സ്റ്റൈലിലുള്ള ചിക്കൻ കറി. ഇപ്പോൾ സൺഡേ ഒക്കെ നമുക്ക് എഴുന്നേൽക്കാൻ ലേറ്റ് ആയാൽ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റും ഉച്ചക്കത്തേക്ക് ലഞ്ചിനും കൂടെ നമുക്ക് ഒരു കറിയായിട്ട് വേണമെങ്കിൽ ഇത് ചെയ്യാൻ പറ്റും. നമുക്ക് സിമ്പിളായിട്ട് തന്നെ ബ്രേക്ക്ഫാസ്റ്റും അതുപോലെ തന്നെ ലഞ്ചും നമുക്ക് പെട്ടെന്ന് തന്നെ ഒരുക്കിയെടുക്കാൻ പറ്റും ഇതുപോലെ ഒരു കറി ചെയ്ത് കഴിഞ്ഞാൽ. ഇതാണ് നമ്മുടെ കറിയുടെ ഒരു ഫൈനൽ ലുക്ക്. നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് പൊറോട്ടയായിരുന്നു, അതിൻ്റെ കൂടെ നല്ല ബെസ്റ്റ് കോമ്പിനേഷനായിരുന്നു ഈ ചിക്കൻ കറി. ഇതോടൊപ്പം നല്ല ചൂടുള്ള ചായ. സോ എല്ലാ ഫ്രണ്ട്സും ഇതൊന്ന് ട്രൈ